നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ ചിന്തകൾ എന്തോ അവരുടെ പ്രവൃത്തി കാരണമാ, അവരെന്തോ കുറേ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്, നമ്മളുടെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ കർത്താവിനെ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്നൊക്കെ. ഇതാൽ എനിക്കിങ്ങനെ പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് കുറേ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കുറേ മണിക്കൂറുകൾ ഇങ്ങനെ എണ്ണി പെറുക്കി എടുത്തു, അതുകൊണ്ടാണ് നമ്മൾ എത്ര നമ്മൾ ലാഡർ പോലെ, എന്തുവാ, നമ്മളിങ്ങനെ കോവേണി പോലെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും പലവരും സ്വർഗത്തിലേക്ക് ഒരു കോവേണി ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കും? അവരുടെ നല്ല പ്രവൃത്തികള്, സ്വഭാവങ്ങള്, അവരുടെ കൊടുക്കൽ വാങ്ങല്, അങ്ങനെ പല കാര്യങ്ങള് കണക്കിട്ട് സ്വർഗത്തിലേക്ക് ഒരു വഴി. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ വിചാരിച്ചിട്ടോ നമ്മൾ ശ്രമിച്ചിട്ടോ അല്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് കണ്ടതും തെരഞ്ഞെടുത്തതും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമാണ്. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അതാർക്കും മാറ്റാൻ പറ്റത്തില്ല. കേറിയോ ഇറങ്ങിയോ വരാൻ പറ്റത്തില്ല. ഒന്നും നടക്കത്തില്ല. റോമൻസ് 9, റോമരുടെ ലേഖനം 9-ാം അധ്യായം, അതിൻ്റെ 15 അതിൻ്റെ 15, 16 വാക്യങ്ങളായിരുന്നു നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. അതിൻ്റെ മെയിൻ വാക്യങ്ങൾ റോമൻസ് 9 വേഴ്സ് നമ്പേഴ്സ് 15 and 16. വചനം ഇങ്ങനെ പറയുന്നു: For God said to Moses, I will show mercy to anyone I choose, and I will show compassion to anyone I choose. So it is God who does. We can neither choose it nor work for it. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതിന്റെ 16-ാം വാക്യം: അതുകൊണ്ട് ഇച്ഛയാലും പ്രയത്നത്താലും അല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നു. ആമേൻ. ദൈവത്തിന് കരുണ തോന്നുന്നത് മഹാസൗജന്യമാണ്. ദൈവത്തിന്റെ കരുണ, കർത്താവിന്റെ അകത്തുള്ള ദൈവത്തിന്റെ ഒരു കരുണയാണ് അത്. സ്തോത്രം. നമുക്ക് ആർക്കും കോരി ഒഴിച്ച് ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിക്കില്ല. ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം, അപ്പൊ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന് എന്നോട് സ്പെഷ്യലായിട്ടൊരു കരുണ തോന്നും. അങ്ങനെയൊന്നും അല്ല. എന്നിട്ട് അവിടെ ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 6 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത്, റോമർ 9-ന്റെ 6 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് പറയുന്നുണ്ട്, എല്ലാവരും ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ദേശത്തിൽ ജനിച്ച എല്ലാവരും ദൈവത്തിന്റെ ജനമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഇസ്രായേലിൽ ജനിച്ചു വീണത് കൊണ്ട് ദൈവത്തിന്റെ മക്കൾ എന്നൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ ലേബൽ ഒട്ടിച്ചു വെച്ചതും കൊണ്ട് കർത്താവിന്റെ മക്കളാണെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവം തെരഞ്ഞെടുക്കാതെ ആർക്കും പുകഴാൻ പറ്റത്തില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലവർ സ്വന്തമായിട്ട് പറയും, അല്ലെ, ഞാൻ ഇന്ന ഇതിലുള്ളതാ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഇത്ര വലുതാണ്, ഞാൻ ഇങ്ങനെ നല്ല കൃപയിൽ നിൽക്കുന്ന ആളാണ്, ഇനി എനിക്ക് സ്വന്തമായിട്ട് കുറെ പുകഴുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നത്, എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലിൽ ജനിച്ചു വീണത് കൊണ്ട് ദൈവ പൈതലായില്ല. അതാണ് യേശു കർത്താവ് വന്നപ്പം യേശുവിനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. യേശു പറഞ്ഞതാ, ഞാൻ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വന്നത് എന്ന് ആദ്യം അങ്ങനെ പറഞ്ഞു, അല്ലെ? ഞാൻ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വന്ന, ഞാൻ എൻ്റെ രാജ്യത്ത് എൻ്റെ ജനത്തിനോട് ഞാൻ ചെന്ന് സുവിശേഷം പറയട്ടെ, ഞാൻ എത്തിക്കട്ടെ, അവർ രക്ഷ കാണട്ടെ എന്ന് പറയുന്നത്. അതാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് യഹൂദ അല്ലാത്ത ഒരു സ്ത്രീ, ഒരു സമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചോട് നിന്നപ്പം യേശുവിന്റെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ അങ്ങനെ അവരുടെ ഒരു അസ്വസ്ഥത അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവര് വചനം പറയുന്നുണ്ട്, അതിനകത്ത് കാണിക്കുന്നുണ്ട്, അവര് വന്നപ്പം യേശു ഒരു സ്ത്രീയോട് സംസാരിച്ചോട് നിൽക്കുന്നത് കണ്ടു. അവർക്കൊന്നും പറയാനില്ലായിരുന്നു, അവര് ഒന്നും മിണ്ടിയില്ല, അവൻ എവിടെ നിന്ന് കഴിച്ചു എന്നൊന്നും ചോദിച്ചില്ല എന്നൊക്കെ അവിടെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ആ സ്ത്രീയോട് മിണ്ടാനും പോയില്ല,
അപ്പം അതവരെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരു സംഭവമാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ പക്ഷേ ബാക്കിയുള്ളവരോ, ഇസ്രായേലികളോ യഹൂദന്മാരോ, അവരൊന്നും യേശുവിനെ അംഗീകരിച്ചില്ല. എല്ലാവരും ഒന്നും അംഗീകരിച്ചില്ല. ഇത് നമ്മൾ പൗലോസിന്റെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസിന് വശം കേട്ടിട്ട് പൗലോസ് പറഞ്ഞു ഞാൻ ഇവരോടൊന്നുമല്ല ഞാൻ സുവിശേഷം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്, ഞാൻ ജാതികളോടാ ഞാൻ സുവിശേഷം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്, അല്ലെ? എനിക്ക് ഈ യഹൂദൻ എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞ് നേരെയാക്കേണ്ട ഒരു ഉദ്ദേശവുമില്ല എനിക്ക്. ഇവര് വേണമെങ്കിൽ ഇവര് കേൾക്കട്ടെ, ഇവര് ദൈവമക്കളാണെന്നൊക്കെ പറഞ്ഞ് ഇവരിയ്ക്കുന്നു. ഈ ജാതികളുടെ ഇടയിൽ ഇനി ഞാൻ സുവിശേഷം എത്തിക്കാൻ പോകുന്നത്. എന്നിട്ട് പൗലോസ് പോയി ജാതികളോട് സുവിശേഷം പറയുന്നു. യേശു പോലും പറഞ്ഞു, അല്ലെ, രക്ഷ നിങ്ങൾക്ക് വന്നതിന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ജാതികളിലേക്ക് പോകും. അത് കേട്ടപ്പോഴത്തേക്ക് ഫരിസിയർക്കൊക്കെ ഭയങ്കര ദേഷ്യമായി. ഹാലലൂയ. അപ്പൊ കർത്താവിന്റെ വചനം അവിടെ പറയുന്നു, അതിന്റെ 6-ാം തിരുവചനം പറയുന്നു, ഹാലലൂയ, എല്ലാരും വാക്യം ഒന്ന് വായിച്ചേ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ തന്നെ. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് എല്ലാരും മക്കളായെന്നൊന്നും ഇല്ല. അല്ലേ, ഞാന് ഇന്ന വംശത്തിൽ നിന്ന് വന്നതാണെന്ന് കൊണ്ട് ഞാൻ രക്ഷയ്ക്കകത്തോട്ട് കയറി നിന്നില്ല. എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടത്തൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചാലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. ഞാൻ കർത്താവിലോട്ട് ഞാൻ ആശ്രയിച്ചാലേ ഞാൻ രക്ഷ. ഓഫ്കോഴ്സ് അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും, തീർച്ചയായിട്ടും അത് അവർക്കൊരു പിൻബലമാണ്. പക്ഷെ ഞാൻ ഹൃദയം കൊടുക്കാതെ എനിക്ക് കർത്താവിനെ അറിയാൻ സാധിക്കത്തില്ല. ഞാൻ സ്വന്തമായിട്ട് ഞാൻ രക്ഷപ്പെടണം, ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണം. എനിക്ക് അമ്മയുടെയും പ്രാർത്ഥന ഒരു വിധത്തിലെ ഒരു പരിധി വരെയുമേ എന്നെ ക്രിസ്തുവിലെ അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷ എന്നിലേക്ക് വരാൻ ഒരു ചാൻസ് കൊടുക്കത്തുള്ളൂ. പക്ഷേ യേശുവിനെ സ്വീകരിക്കേണ്ടതാരാ? ഞാനാ സ്വീകരിക്കേണ്ടത്. യേശുവിനെ എൻ്റെ രക്ഷകനാക്കേണ്ടതാരാ? ഞാനാ, അല്ലെ? ഇത് തന്നെയാ. ഹല്ലേലൂയ. എല്ലാരും അബ്രഹാമിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് കയറുന്നില്ല. അല്ലെങ്കിൽ എല്ലാരും ഇസ്രായേലികളാണെന്ന് പറഞ്ഞ് ആ യഹൂദ ജനത്തിന് വെച്ചിരിക്കുന്ന നന്മ എല്ലാവർക്കും ഒന്നും അനുഭവിക്കാൻ അവര് ഹൃദയം കൊടുക്കാതെ അവരെങ്ങനെ അനുഭവിക്കും? അവര് വചനം കേൾക്കാതെ എങ്ങനെ രക്ഷപ്പെടും? അവര് ദൈവസന്നിധിയിൽ കീഴ്പ്പെടുത്തപ്പെടാതെ എങ്ങനെ ദൈവത്തിന് അവരെ ഉയർത്താൻ സാധിക്കും? അല്ലേ? ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 8-ാം വാക്യം വായിച്ച്, this means that Abraham's physical descendants are not necessarily children of God. Only the children of the promise are considered to be Abraham's children. For God had promised, I will return about this time next year and Sarah will have a son. Hallelujah. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല, ദൈവത്തിന്റെ മക്കൾ വാഗ്ദാന പ്രകാരം ജനിച്ച മക്കളത്രേ. മതി. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന് ഫിസിക്കലി 2 കുഞ്ഞുങ്ങളുണ്ടായി, ഇഷ്മായിലും ഉണ്ടായി, ഇസഹാക്കും ഉണ്ടായി. പക്ഷെ വാഗ്ദത്ത സന്തതി ആരായിരുന്നു? ഇസഹാക്കായിരുന്നു. അപ്പം വ്യക്തമായിട്ട് വചനം പറയുക, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ചവര് മാത്രമേ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്തവരോ, ഹല്ലേലൂയ, അല്ലാത്തവര് അവകാശത്തിനകത്തേക്ക് കേറത്തില്ല. മക്കള് തന്നെയാ. പക്ഷെ അബ്രഹാമിന്റെ വംശത്തിനകത്ത് ജനിച്ചു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അബ്രഹാമിന്റെ വംശത്തിൽ നിന്ന് ജനിച്ചത് അബ്രഹാമിന്റെ മകനായ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന് 10 മക്കളുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് യേശു കർത്താവ് വാഗ്ദത്തം ചുമക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഈ 10 മക്കളിൽ നിന്ന് അങ്ങേയറ്റം കൂടെ ചേർന്ന് നിന്ന് ഏറ്റവും പ്രിയങ്കരനായ ജോസഫിന്റെ വംശത്തിന് പോലും ആ ഭാഗ്യം കിട്ടിയില്ല. ആ ഭാഗ്യം കിട്ടിയത് യൂദ എന്ന് പറഞ്ഞ മകന്റെ വംശത്തില് ആ യഹൂദായുടെ ഗോത്രത്തിൽ നിന്നാ യേശു കർത്താവ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം തിരുവചനം പറയുന്നു,
ഇതിനകത്തൊന്നുമല്ല കാര്യം ഇരിക്കുന്നേ. കാര്യം എവിടാണ് ഇരിക്കുന്നേ? എവിടാണ് രക്ഷയുടെ കാര്യം ഇരിക്കുന്നേ? വാഗ്ദത്തത്തിനകത്താ രക്ഷയുടെ കാര്യം ഇരിക്കുന്നേ. ഇനി ലഭിച്ചവരാണോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ വാഗ്ദത്തം ലഭിച്ചവരാണോ? പരിശുദ്ധാത്മാവായ വാഗ്ദത്തത്തിനെ ലഭിച്ചവരാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പുതിയ നിയമത്തിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ, ക്രിസ്തുവേശു വഴി, പരിശുദ്ധ ആത്മാവ് വഴി അബ്രഹാമിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങളും നമ്മളിലേക്ക് ഒഴുകി വരുക. സ്തോത്രം. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ സ്വന്തമാക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മള് നിയമത്തിനും ചടങ്ങിനുമല്ല, പക്ഷേ ഹല്ലേലൂയ ആത്മാവിനും സത്യത്തിനും നമ്മൾ കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവേശു വഴി നമ്മളിൽ ഓരോരുത്തരിലേക്കും ഒഴുകി വരുക. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നമ്മള് ദൈവത്തിന്റെ വാഗ്ദത്ത മക്കളായി തീരുക, വാഗ്ദത്ത സന്തതികളായി തീരുക. അതാ ഇന്നലെ നമ്മള് ശ്രദ്ധിച്ചു അല്ലെ? ഹല്ലേലൂയ. വചനം എന്തുവായിരുന്നു അവിടെ? റോമാക്കാരുടെ ലേഖനം 8:16 പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുക. എന്നിട്ട് അതിന്റെ 17-ാം വാക്യം പറഞ്ഞു, നമ്മള് മക്കള് മാത്രമല്ല, നമ്മള് അവകാശികളും. ഹല്ലേലൂയ. ക്രിസ്തുയേശു നമ്മള് അവകാശികളും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനോടൊപ്പം ദൈവത്തിന്റെ മഹത്വത്തിന്റെ അവകാശികള്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാ. ദൈവമഹത്വം ഇറങ്ങി വരുന്നേ. ദൈവമഹത്വം ഒരുവന്റെ ജീവിതത്തിന് അവൻ ജീവിക്കത്തില്ല, മങ്ങലേറ്റവനായിട്ടല്ല ജീവിക്കുന്നേ. ദൈവത്തിന്റെ മഹത്വമായ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്നാൽ അവന്റെ ജീവിതം പ്രകാശമുള്ളതായി മാറും. ഇരുട്ട് മാറി വെളിച്ചമുള്ളതാകും. നാശം മാറി ഉയർച്ച ഉണ്ടാകും. ഹല്ലേലൂയ. തോൽവി മാറി ജയമുണ്ടാകും. ഉയർച്ച ഉണ്ടാകും. ഹല്ലേലൂയ. തോൽവി മാറി ജയമുണ്ടാകും. അവിടെ ജീവനുണ്ടാകും, വർധനവുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ഹല്ലേലൂയ. അവിടെ എല്ലാവിധ നന്മയും ഉണ്ടാകും. എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വമായ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു. ഹല്ലേലൂയ. ഇത് പറയുന്നത് മക്കളാണെന്ന് വെറുതെ നിയമപ്രകാരം മക്കളല്ല, പക്ഷേ ഹല്ലേലൂയ വാഗ്ദത്ത പ്രകാരം മക്കളായി തീരണം. സ്തോത്രം. വി ആർ ചിൽഡ്രൻ ഓഫ് ദ പ്രോമിസ്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഹല്ലേലൂയ നമ്മള് സ്വർഗത്തിന്റെ അവകാശികളായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അവിടെ പറയുന്നത്, 2 മക്കളുണ്ടായി അബ്രഹാമിന്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച സാറായിൽ നിന്നുണ്ടായ ഇസഹാക്ക്, ആ ഇസഹാക്കിൽ നിന്നുണ്ടായ മക്കൾക്കാണ് നന്മ അല്ലെങ്കിൽ വാഗ്ദത്തം മാറ്റി. ഉദാഹരണം വീണ്ടും പറയുക, 10-ാം തിരുവചനം തൊട്ട് 10-നകത്ത് പറയുന്നു, എന്താ സാറായിൽ നിന്ന് ജനിച്ച വാഗ്ദത്ത സന്തതി ഇസഹാക്കായിരുന്നു. എന്നിട്ട് 10 പറയുന്നു, ഇസഹാക്ക് he married Rebecca and she gave birth to twins. But before they were born, before they had done anything good or bad, she received a message from God. This message shows that God chooses people according to his own purposes. 12 പറയുന്നു, he calls people but not according to their good or bad works. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം അനുസരിച്ച് തന്നെ വരേണ്ടതിന്. നല്ല പ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ ചെയ്തത് കൊണ്ടല്ല. ഇസഹാക്കിനും റബെക്കായ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഇച്ചിരി വൈകി. അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി. അപ്പം കുഞ്ഞുങ്ങൾ വയറ്റിലുണ്ടായപ്പം അവര് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങള് നല്ല പ്രവൃത്തിയോ ദോഷപ്രവൃത്തിയോ ചെയ്തത് കൊണ്ടൊന്നുമല്ല. പക്ഷെ അവരുടെ വയറ്റിനകത്ത്, റെബെക്കായുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവം 2 ജാതിയായിട്ട് ഇവരെ തെരഞ്ഞെടുക്കുന്ന കാണുന്നത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, മൂത്തവനെ അല്ല തെരഞ്ഞെടുക്കുന്നത്, ഇളയവനെയാ തെരഞ്ഞെടുക്കുന്നെന്ന്. ഇസാവുവിനെ അല്ല തെരഞ്ഞെടുക്കുന്നത്, യാക്കോബിനെയാ തെരഞ്ഞെടുക്കുന്നത്.
അതൊരു അതിശയിപ്പിക്കുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ നിയമപ്രകാരം, നാട്ടുനടപ്പ് പ്രകാരം മൂത്തവനായ ഇസാവ് ആണ് തെരഞ്ഞെടുപ്പ് അവന്റെ മേലാ വീഴേണ്ടത്. പക്ഷെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം രണ്ടുപേരെയും വേർതിരിച്ചിട്ട് ദൈവം പറയുക, ഹല്ലേലൂയ, എനിക്ക് ഇസാവിനെ അല്ല എനിക്ക് വേണ്ട, ഇസാവിനെ ഞാൻ തള്ളിയിരിക്കുന്നു, പക്ഷെ യാക്കോബിനെയോ ഞാൻ സ്നേഹിക്കുന്നു. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ? യാക്കോബ് വയറ്റിൽ കിടന്നിട്ട് എന്തെങ്കിലും, അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ ദൈവം അവനെ തെരഞ്ഞെടുത്തത്? ഒരിക്കലുമല്ല. യാക്കോബിനെ കുറിച്ച്, യാക്കോബ് എന്ന അർത്ഥം, പേരിന്റെ അർത്ഥം തന്നെ ചതിയനെന്ന്. അവൻ ജനിച്ചു വീണപ്പം തൊട്ട് അവന്റെ പേരിനനുസരിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവന് സ്വന്തം സഹോദരനെ ചതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ മേൽ എവിടെ വെച്ച് വീണു? ഉദരത്തിൽ വെച്ച് വീണു. അവൻ ഒന്നും നല്ലത് ചെയ്തില്ല. ഹല്ലേലൂയ. അവൻ എന്നാ ഒന്നും മോശമായും അന്ന് ചെയ്തില്ല. ഉദരത്തിൽ കിടക്കുമ്പോൾ ഒന്നും അറിയാത്ത കൊച്ചുകുഞ്ഞ്. ഈ വചനം എടുത്തിട്ട് ദൈവം നമ്മളുടെ മേൽ വന്ന തെരഞ്ഞെടുപ്പ്, ഞാൻ 24 മണിക്കൂറും ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് കർത്താവ് എന്നെ തേടി വന്നത്. നോ, ഞാൻ നല്ല പ്രവൃത്തി കുറെ ചെയ്തു, ഞാൻ പാവങ്ങൾക്ക് ആഹാരം കൊടുത്തു, അവർക്ക് ഉടുപ്പ് മേടിച്ചു കൊടുത്തു, അവർക്ക് വീട് പണിതു, അതുകൊണ്ട് ഇനി ഞാൻ സ്വർഗത്തിൽ ചെല്ലും, ദൈവം എന്നോട് ഫേവറബിൾ ആയിട്ട് കാണിക്കും. നോ, അങ്ങ് എന്നോട് ഫേവറബിൾ ആയിട്ട് കാണിക്കും. നോ, അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം പിതാവിന്റെ മടിയിൽ കിടക്കുന്ന ഒരു ലാസറസിനെ നമ്മൾ കാണുന്നു. ഒരു ഭിക്ഷ യാചിച്ച ദരിദ്രനായ ലാസറസ്. അത് മരിയയുടെയും മാർത്തയുടെയും ആങ്ങളയായ ലാസറസ് അല്ല. ആചരിക്കല് കല്ലറയ്ക്കകത്ത് കിടന്ന ആ ലാസറസ് അല്ല. ഇതൊരു ദരിദ്രനായിരുന്നു. ഏതോ ഒരു വലിയ ധനവാന്റെ കൊട്ടാരത്തിന്റെ മുമ്പില് ഭിക്ഷ യാചിച്ച് കിടന്ന ഒരു ദരിദ്രനായിരുന്നു ലാസറസ് എന്ന് പറയുന്ന ഒരു ദരിദ്രൻ. ഈ ദരിദ്രൻ, അവൻ നല്ല പ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ ചെയ്തത് കൊണ്ടൊന്നും അല്ല അവൻ അബ്രഹാമിന്റെ മടിയില് സ്വർഗത്തിൽ പോയി കിടന്ന് ലല്ലലാപാടി കിടന്നത്. ഒന്നുമല്ല. ഒരുപക്ഷെ അവൻ ഭൂമിയിൽ ജീവിച്ചപ്പം ആൾക്കാർ അവനെ നോക്കിയിട്ട് പറഞ്ഞു കാണും, ഇവൻ കണ്ടില്ലേ, ഇവന്റെ പ്രവൃത്തി കാരണം ഇവൻ ഭിക്ഷ യാചിക്കുന്നത്. അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് അവർ പറഞ്ഞു കാണും, ഇവന്റെ അപ്പനും അമ്മയും ശപിക്കപ്പെട്ടവരായിരുന്നു. ഭൂമിയിൽ ആൾക്കാർ നോക്കിയപ്പോ അവനെ അങ്ങനെ പറഞ്ഞു കാണും. ഭൂമിയിൽ ഇന്നും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവര് പലവരെയും നോക്കിയിട്ട് പറയും, ആ കണ്ടോ, ചെയ്ത പ്രവൃത്തിയൊക്കെ അനുഭവിക്കുന്നത്. ചിലവര് പറയും, അപ്പനും അമ്മയും കൊള്ളാത്തവരായിരുന്നു, ആ അപ്പനുണ്ടല്ലോ കള്ളും കുടിച്ച് അങ്ങനെയൊക്കെ നടന്ന പലവരെ ദ്രോഹിച്ചതാ, അതാ ഇന്ന് മക്കൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ എസെക്കിയേലിന്റെ അതാ ഇന്ന് മക്കൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എസെക്കിയേലിന്റെ പുസ്തകം പറയുന്നു, ഏത് തലമുറയ്ക്കകത്ത് ആര് ദൈവത്തിലോട്ട് തിരിയുന്നോ അവരെ രക്ഷപ്പെടുത്താനായിട്ട് നിൽക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. എസെക്കിയേലിന്റെ 18:21, if wicked people turn away from and do what is just and right, they will surely live and not die. All their past sins will be forgotten and they will live because of the righteous things they have done. കണ്ടോ, പഴയ നിയമത്തിനകത്ത് അങ്ങനെ പറയുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോഴോ പറയുന്ന അവരുടെ നീതി പ്രവൃത്തി ഒന്നുമല്ല. പഴയ നിയമത്തിൽ അറ്റ്ലീസ്റ്റ് പറയുന്നു അവര് നീതി പ്രവൃത്തികൾ ചെയ്താൽ ദൈവം അവരെ രക്ഷപ്പെടുത്തുമെന്ന്. പുതിയ നിയമത്തിൽ വരുമ്പോ അത്ര പോലും പറയുന്നില്ല. പുതിയ നിയമത്തിൽ വരുമ്പം പറയുക, നിങ്ങളുടെ ഒരു നീതി പ്രവൃത്തിയും ഒന്നുമല്ല, യേശു കർത്താവ് കാൽവരി ക്രൂശില് സകലത്തിന്റെയും വില കൊടുത്തത് കൊണ്ട് അത് നമ്മൾ സൗജന്യമായിട്ട് സ്വീകരിച്ചിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വലിയ രക്ഷയുടെ അവകാശികളായി നമ്മൾ ഫ്രീ ആയിട്ട് ആയിത്തീരുക. ചിലവരോർക്കും ഈ ഭൂമിയിൽ വലിയ കഷ്ടപ്പാടുണ്ട്, ദരിദ്രനായി ജീവിക്കണം, ഭയങ്കര സങ്കടത്തിലൂടെയും നിരാശയിലൂടെയും കടന്നു പോകണം. അവരുടെ ആ കാഴ്ചപ്പാടൊന്ന് പൊട്ടണം. യേശുവിൽ വന്നാൽ കഷ്ടതയുണ്ട്. എന്താണെന്നറിയോ? കഷ്ടത ലോകത്തിനെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതാ കഷ്ടത. എന്നും കർത്താവിനോട് ഇണങ്ങിച്ചേർന്ന്, കർത്താവെ ഇനി ഞാൻ വേണ്ട, എൻ്റെ അകത്ത് ഉയരുന്ന ആ അഹങ്കാരങ്ങൾ വേണ്ട, ഞാനെന്ന് പറഞ്ഞ വ്യക്തി വേണ്ട.
അല്ലെ, എന്നൊരു ശ്രമമാ നമ്മളുടെ, എന്തൊരു ശ്രമമാ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടി, കർത്താവിന്റെ മുമ്പിൽ നല്ലൊരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി. നമുക്ക് പലപ്പോഴും ദേഷ്യം വരുന്ന നാം എന്ന് പറഞ്ഞ വ്യക്തി ഇന്നും കിടക്കുന്നത് കൊണ്ടാ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് നമ്മൾക്ക് വേദന ഉണ്ടാവുന്നത്, ദേഷ്യം വരുന്നത് ഒക്കെ. ഹല്ലേലൂയ. നമ്മള് അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കും ചിലപ്പോ, അല്ലേ? പക്ഷെ നമ്മള് ഈ ഭൂമിയില് യേശു നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മളുടെ ഒരു നല്ല പ്രവൃത്തിയാലും അല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഇത് നമ്മളുടെ തലയ്ക്കകത്ത് കയറുമ്പം തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. സ്തോത്രം. 2, ഞാൻ എന്തോ ചെയ്തത്, എൻ്റെ നല്ല കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല. ഹല്ലേലൂയ. ഞാന് കർത്താവിന്റെ അടുക്കൽ സ്വർഗത്തിലോട്ട് ഞാൻ ചെല്ലാൻ പോകുന്നേ, യേശു അത് ചെയ്തത് ഞാൻ സൗജന്യമായി സ്വീകരിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ രക്ഷപ്പെട്ട് കയറാൻ പോകുന്നേ. സ്തോത്രം. പലപ്പോഴും പല ആൾക്കാരും ഈ ഭൂമിയില് കുറേ കിടന്ന് പണിയും. പക്ഷെ ഈ താക്കോലും കൊണ്ട് സ്വർഗത്തിന്റെ വാതിലൊന്ന് തുറക്കാൻ ചെല്ലുമ്പോൾ ഈ ശ്രമത്തിന്റെയും പരിശ്രമത്തിന്റെയും താക്കോല് ആ വാതിലിൽ ഫിറ്റ് ചെയ്യത്തില്ല. ഒരേ ഒരു താക്കോലെ സ്വർഗത്തിന്റെ വാതിലിനകത്ത് ഫിറ്റ് ചെയ്യത്തുള്ളൂ, യേശു എന്ന താക്കോല്. ഹല്ലേലൂയ. യേശു എന്ന മഹാരക്ഷ മാത്രമേ ഫിറ്റ് ആവത്തുള്ളൂ. യേശു ചെയ്തത് കൊണ്ട് പലതും ഇന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുവോ നിരാശപ്പെടുവോ ചെയ്യുവാണെങ്കിൽ യേശുവിന്റെ അടുക്കൽ ഓടിച്ചെന്നിട്ട് പറയണം, യേശുവേ, കർത്താവേ, ഹല്ലേലൂയ, നിന്നെ അവര് കുത്തിയപ്പോഴും നിന്ന് പറഞ്ഞപ്പോഴും ഒന്നും നീ മിണ്ടിയില്ലല്ലോ കർത്താവേ. ആ എളിമ എൻ്റെ അകത്തൊന്ന് പകർന്നു തരണം. ആ ആ ക്ഷമിക്കാനായിട്ടുള്ള കൃപ എൻ്റെ അകത്തൊന്ന് പകർന്നു തരണം, അല്ലെ? നമ്മളെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റേസ് ആവും, നമ്മൾ പെട്ടെന്ന് നമുക്ക് ചൂടാവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ യേശുവിനെ നോക്കിയാൽ എന്തുവാ, അല്ലെ? യേശു കാൽവരി ക്രൂശില് നഗ്നനായി കിടന്നപ്പം ചുറ്റിനും നടന്നവര് കുറെ കളിയാക്കി പറഞ്ഞു. അവര് പറഞ്ഞു, കണ്ടില്ലേ, ദൈവത്തിന്റെ മകനാന്ന് പറഞ്ഞ അവിടെ കിടക്കുക, ഒന്ന് പ്രൂവ് ചെയ്യട്ടെ ദൈവത്തിന്റെ മകനാണെന്നൊക്കെ പറഞ്ഞ്. യേശു ആ നിന്നയൊക്കെ കേട്ട് അവിടെ മിണ്ടാതെ കിടന്നു, ഒന്നും പ്രതികരിച്ചില്ല. യേശുവിന്റെ അകത്ത് ഈഗോ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലായിരുന്നു. എന്താ, ഞാനെന്ന ഭാവം ഇല്ലായിരുന്നു. ആ ഞാനെന്ന ഭാവം പൂർണ്ണമായും സീറോ ആയി. അതാ യേശു അവിടെ മിണ്ടാതിരുന്നെ. ഇതാണ് ഹല്ലേലൂയ നമ്മുടെ കഷ്ടത എന്ന് പറയുന്നത്. നമുക്കൊക്കെ പറ്റുമോ? പലപ്പോഴും നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ ദിവസമുള്ള ശ്രമമാ, അല്ലെ? യേശുവിലേക്ക് ചെന്നിട്ട്, യേശുവെ, ഇന്നും ഞാൻ അവിടെ എന്തോ പറഞ്ഞപ്പോ ഞാനൊന്ന് ചാടിക്കേറി പറഞ്ഞു, നിന്റെ ആ ഒരു എളിമ ഒന്ന് ഇട്ടു തരണം. സ്തോത്രം. ഇതാണ് നമ്മളുടെ കഷ്ടത ഭൂമിയില്. അല്ലാതെ പട്ടിണി കിടന്നും അരാജകപ്പെട്ട് കിടന്നും എന്തേലുമൊക്കെ സഹിച്ചും, രോഗം വന്ന ആ രോഗം അങ്ങ് സഹിച്ചു, നന്ദി കർത്താവേ, രോഗത്തിനായി നന്ദി, അങ്ങനെയല്ല. നോ, ഹല്ലേലൂയ, ദാറ്റ് ഈസ് നോട്ട് നമ്മുടെ സഫറിങ്. നമ്മള് ദരിദ്രരായി വഴിയിൽ ചെന്നിരുന്ന് ഇത് ഞാൻ അങ്ങ് അനുഭവിക്കുക. നോ. ഒരു കള്ളും കുടിച്ച് തലയിൽ അടിക്കുന്ന ഭർത്താവ് വന്ന, അയ്യോ ഞാനിതങ്ങ് സഹിക്കുക. നോ, ദാറ്റ് ഈസ് നോട്ട്, അബ്സല്യൂട്ട്ലി നോട്ട്. ഹല്ലേലൂയ. അതല്ല കഷ്ടത. ഹല്ലേലൂയ. കഷ്ടത ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ചില നിന്ന് ഏൽക്കേണ്ടി വരും, ചിലതൊക്കെ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും, ചിലതൊന്നും മരിച്ചുപോയി, ഇനി ഒന്നുമില്ല പ്രതികരണം. മരിച്ചവനെ പിച്ചാത്തി എടുത്ത് കുത്തിയാലും അവന് പ്രതികരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിന്ന് പോവേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് കഷ്ടത. ഇത് ഈ കർത്താവ് പറയുന്നത്, നമ്മളെ തെരഞ്ഞെടുത്തത്, നമ്മൾ എന്തോ കഷ്ടത അനുഭവിച്ചു കർത്താവെ, ഇനി എൻ്റെ മേൽ തെരഞ്ഞെടുപ്പുണ്ട്, എന്തോ കഷ്ടത അനുഭവിച്ചു കർത്താവെ, ഇനി എൻ്റെ മേൽ തെരഞ്ഞെടുപ്പുണ്ട്. നോ, അങ്ങനെയല്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പം പറഞ്ഞു, കൊള്ളാം കൊള്ളാം. പലവരെ വിളിക്കുന്നു, അല്ലെ? എല്ലാവരെയും ദൈവം വിളിക്കുക. പക്ഷെ അതിൽ നിന്ന് പലവരെയും തെരഞ്ഞെടുക്കുക ദൈവം, പല കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ പറയാം, ദൈവം തെരഞ്ഞെടുക്കുക. എന്തിനാ? രാജാവായി എൻ്റെ ദൈവം ഇവിടെ വാഴാൻ വരുമ്പം അവനോടൊപ്പം വസിക്കാനും വാഴാനുമായിട്ട് ദൈവം തെരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പ്, സ്തോത്രം, നമ്മളുടെ ആരുടെയും കഴിവും മിടുക്കും കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ തീരുമാനത്തിലത്രേ നമ്മളെ തെരഞ്ഞെടുത്തെ. അതുകൊണ്ടാണ് ആ 14 തെരഞ്ഞെടുത്തെ. അതുകൊണ്ടാണ് ആ 14 15 16 വാക്യങ്ങള് പറയുന്നത്, ദൈവത്തിന്റെ കരുണയാ നമ്മളുടെ മേൽ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്. നമ്മൾ പരിശ്രമിച്ചോ, പട്ടിണി കിടന്നിട്ടോ,
മുട്ടയെ കുത്തി നിന്നിട്ട് ഇതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തോ, ഒരു വിഷയവുമില്ല. പക്ഷെ ആരും രക്ഷപ്പെട്ടെന്ന്. ഞാൻ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ, കഷ്ടതയും പട്ടിണിയും നഗ്നതയും അങ്ങനെ ആയിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എന്തുമാത്രം പറയണം അല്ലെ. പൗലോസ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ കഷ്ടതയും നഗ്നതയും പട്ടിണിയും വാളും എല്ലാം ഞാൻ അനുഭവിച്ചു, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിൽ ഞാൻ നിൽക്കുക. എന്നെ ഈ ലോകത്ത് ഒരു കാര്യവും എന്നിൽ ഞാൻ നിൽക്കുക. എന്നെ ഈ ലോകത്ത് ഒരു കാര്യവും എന്നെ തോപ്പിക്കത്തില്ല. പൗലോസ് പറഞ്ഞ കറക്റ്റാ. അതാണ് കഷ്ടത, ഹല്ലിയ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇതൊന്നും എന്നെ ക്രിസ്തുവിൽ നിന്ന് പിന്തിരിപ്പിക്കത്തില്ല. സ്തോത്രം, ഹല്ലിയ. ഒന്ന് പൗലോസ് അനുഭവിച്ച കഷ്ടതയും യേശു അനുഭവിച്ച കഷ്ടതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ഉറപ്പാണ്, സലാം കർത്താവേ, ഞാൻ എൻ്റെ വഴിയെ പൊക്കോളാം, നീ നിന്റെ വഴിയെ പൊക്കോ എന്ന് പറയും അല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളുടെ മിടുക്കല്ല, നമ്മളുടെ പ്രവൃത്തിയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പാരമ്പര്യമല്ല നമ്മളെ തെരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ വലിയ കരുണയാ. ഹല്ലിയ, നമ്മളെ തെരഞ്ഞെടുത്ത്. ഇറ്റ് ഇസ് ഗോഡ്സ് ഗ്രേസ്. ഇറ്റ് ഇസ് ഗോഡ്സ് ഗ്രേസ്. ഗ്രേസ് എന്താണ്? നമ്മൾ യോഗ്യതയില്ലാതിരുന്നപ്പോൾ കർത്താവ് നമ്മളെ തേടി വന്നു. ഹല്ലിയ. ഇന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ, ഞാനൊരു പരമവിശുദ്ധനായ ഒരു വ്യക്തിയോ ഒരു സ്ത്രീയോ ആയിരുന്നു, ഞാൻ അവിടെ നിഷ്കളങ്കമായിട്ട് ജീവിച്ചു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പാലും കുടിച്ച് ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം കർത്താവിനെ കുറിച്ച് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ശരി, ഇതൊന്ന് ട്രൈ ചെയ്തേക്കാം. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. മഹാപാപികളും കൊള്ളാഞ്ഞപ്പോഴും രോഗത്തിന്റെ നടുക്കും പട്ടിണിയുടെ എട്ടുകളിക്കകത്തും ദാരിദ്ര്യത്തിന്റെ നടുക്കും ഒക്കെ നിന്നപ്പോഴാ, വലിയ വലിയ പ്രതിസന്ധിക്കകത്ത് നിന്നപ്പോഴാ, എവിടോ ഞാൻ പറയത്തില്ല ഞാൻ തേടി ചെന്നെന്ന്, എവിടോ കർത്താവ് എന്നെ തേടി വന്നു. ഹല്ലേലൂയ. എവിടുന്നോ ആ തെരഞ്ഞെടുപ്പ് വന്നു. സ്തോത്രം. എങ്ങനെ ഒരു ആകർഷണം കർത്താവ് ഇട്ടു. ഈ ആകർഷണം കൊണ്ട് യേശുവിനെ അങ്ങൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞൊക്കെ പോയവരാ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ആരും സുബോധത്തോടെ എന്നാല് ഞാനൊന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളുടെ ഒരു നല്ല പ്രവൃത്തിയുടെ താക്കോലും ആ സ്വർഗത്തിന്റെ കൃപയെ തുറന്നു തരത്തില്ല. ഹല്ലേലൂയ. ഒറ്റ ഒരു താക്കോലേ ഉള്ളൂ, യേശു എന്ന നാമം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകരുണ. അതുകൊണ്ട് 25-ാം വാക്യത്തിനകത്ത് അല്ല, 9-ാം അധ്യായം റോമറുടെ 9-നകത്ത് 24, 25 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. റോമർ 9-ന്റെ തേജസ്സിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും. തന്റെ തേജസ്സിന്റെ മഹത്വം കണ്ട ആ വാക്യം മെസ്സിയല്. ദൈവത്തിന്റെ ഗ്ലോറി മഹത്വം വെളിപ്പെടുത്താൻ ഐശ്വര്യമുണ്ട്. അവിടെ എല്ലാ അവസ്ഥകളും മാറും. അപ്പം ദൈവത്തിന്റെ ഈ ഗ്ലോറി മഹത്വം, ഈ തേജസ് വെളിപ്പെടുത്തുവാൻ വേണ്ടി ശിക്ഷിച്ചിട്ടും നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്. 24, 25. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും. എന്റെ ജനമല്ലാത്തന്മാരെ അവിടോട്ട് മാറ്റി നിർത്തിയിട്ട് ജാതികളെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു എന്റെ ജനമെന്ന്. ഓ ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, ഇന്ന് പാരമ്പര്യമൊക്കെ പറഞ്ഞു നിൽക്കുന്നവർക്ക് കിട്ടാത്ത ഒരു മഹാഭാഗ്യമാ. ദൈവം ജാതികളിൽ നിന്ന് ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് അവരെ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുന്നേ. എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വവും തേജസ്സും സൗജന്യമായി ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നേ. ഇന്ന് ആർക്കെങ്കിലും ഹല്ലേലൂയ, എനിക്കൊന്നും പറയാനില്ല, എൻ്റെ എൻ്റെ അപ്പൂപ്പനൊക്കെ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ ക്രിസ്തുവിൽ വന്നത്. എനിക്ക് പറയാനില്ല. യേശുവിന്റെ തെരഞ്ഞെടുപ്പ്, യേശുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ മഹാകരുണ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്രോധം അനുഭവിക്കേണ്ട നമ്മളെ ഓരോരുത്തരെയും ദൈവം വന്നിട്ട് തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇത് കൊള്ളാം, ഇതിനകത്തോട്ട് സ്വർഗത്തിന്റെ കൃപയായ പരിശുദ്ധാത്മാവിനെ അങ്ങ് നിറയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അങ്ങ് നിറയ്ക്കാം. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സകല നന്മയുടെയും അവകാശിയാക്കി തീർക്കാം. എന്തെങ്കിലും ഞാൻ ചെയ്തതാണോ? ചെയ്തില്ല. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് ഓർക്കുവാണെങ്കിൽ അതെല്ലാം ഇന്ന് പൊളിഞ്ഞു മാറണം. സ്തോത്രം. ഇത് സൗജന്യമായി, ഇത് ദൈവത്തിന്റെ മഹാകരുണയാൽ നമുക്ക് കിട്ടിയ വിശ്വാസമാ. ഹല്ലേലൂയ. നമ്മളെ നോക്കിയിട്ട് വേണം സ്വർഗത്തിന് പറയാൻ, ഇതാണ് എൻ്റെ സാക്ഷികൾ, ഇവരാണ് എൻ്റെ മക്കള്, ഇവരാണ് എൻ്റെ പ്രിയ മക്കള്. ഒരു ഭവനത്തിനകത്ത് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. സ്വർഗത്തിലെ അപ്പായിക്കും മക്കളും പ്രിയ മക്കളുമുണ്ട്. സ്വർഗത്തിലെ അപ്പായിക്കും മക്കളും പ്രിയ മക്കളുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മക്കളായി ജീവിക്കണോ,
പ്രിയ മക്കളായി ജീവിക്കണോ? സ്തോത്രം. ഞാൻ പറയാം, പ്രിയ മക്കളായി ജീവിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. ഇത് നമ്മളുടെ ഇച്ഛയാലല്ല, പക്ഷെ സ്വർഗത്തിന്റെ ഇച്ഛയാൽ. തിരഞ്ഞെടുപ്പ്, ഹല്ലേലൂയ. ഒന്ന് വിചാരിച്ചേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് വന്നിട്ട് തെരഞ്ഞെടുത്തിട്ട് പറയുക നിങ്ങളെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുമിഴിച്ചു പോകും അല്ലേ? നമ്മൾ ചോദിക്കും, ഉയ്യോ എന്തോ ഇരുന്നിട്ടാ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, എന്നിൽ എന്തോ ഇരുന്നിട്ടാ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, എന്നിൽ എന്തോ ഇരുന്നിട്ടാ എന്നെ പ്രസിഡന്റ് ആക്കിയത് എന്ന് ഞാൻ ചോദിക്കും. ഇതേ ചോദ്യമാ, കർത്താവെ നീ എന്നിൽ എന്ത് കണ്ടിട്ടാ എന്നെ നീ തെരഞ്ഞെടുത്തത്? ദൈവം പറയും, എൻ്റെ പദ്ധതിക്ക് പ്രകാരമാ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം എനിക്കറിയാം എവിടെ എത്തിക്കണമെന്ന്. അതിനനുസരിച്ചാ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തേ. എൻ്റെ സ്വപ്നം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാനാ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തേ. ഹല്ലേലൂയ. ഇത് തെരഞ്ഞെടുപ്പാണ്, കൃപയാലുള്ള തെരഞ്ഞെടുപ്പാ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. എന്നാ വലിയ വിളിയും തെരഞ്ഞെടുപ്പുമായത്. കർത്താവിന് എല്ലാ മഹത്വവും കൊടുക്കാം, സകല നന്മയും കൊടുക്കാം. ഒന്ന് ചിന്തിച്ചേ, കർത്താവ് എല്ലാ വിലയും കൊടുത്തു, നമ്മളുടെ മേൽ തെരഞ്ഞെടുപ്പ് വീണു. ഹല്ലേലൂയ. കർത്താവ് എല്ലാം അനുഭവിച്ചു, നമ്മളുടെ മേൽ തെരഞ്ഞെടുപ്പ് വീണു. ഹല്ലേലൂയ. സൗജന്യ കൃപയുടെ തെരഞ്ഞെടുപ്പ്, മഹാകരുണയുടെ തെരഞ്ഞെടുപ്പ്. ഇത് വലിയതായി ഈ രക്ഷ. കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ ആരാധനയും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും എടുത്താലും ഒന്നും സാരമില്ല, ഭാരപ്പെടണ്ട. ആ ഖേദമുണ്ടല്ലോ ഒന്ന് നേരെയാകാൻ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് കർത്താവിന് തെറ്റിയിട്ടില്ല. നമ്മളാണെങ്കിൽ പറയും, അയ്യോ ഈ പ്രൈം മിനിസ്റ്ററിനെയോ പ്രസിഡന്റിനെയോ ഒന്നും തെരഞ്ഞെടുക്കണ്ടായിരുന്നു, വോട്ടൊന്നും കൊടുക്കണ്ടായിരുന്നു എന്ന് പറയും അല്ലേ? പക്ഷെ ദൈവം പറയും, എനിക്ക് തെറ്റ് പറ്റിയില്ല, എൻ്റെ തെരഞ്ഞെടുപ്പ് കറക്റ്റാ. ഹല്ലേലൂയ. നിങ്ങളെ സ്വർഗം നമ്മളെ കുറിച്ച് അറ്റസ്റ്റ് ചെയ്യുവാണ്, നമ്മൾ നല്ലതാണ്, നമ്മൾ കൊള്ളുന്നവരാ, നമ്മൾ ഏറ്റവും നല്ലതാണെന്ന്. ഹല്ലേലൂയ. സ്വർഗം നമ്മളെ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെ അറ്റസ്റ്റേഷനാ നമുക്ക് വേണ്ടത്?